ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. 7ാം ക്ലാസ്സിലെ BSൽ ചാപ്റ്റർ 2 ഒരു ആസിഡ് ബേസിസ് എന്ന് പറഞ്ഞ പാഠം പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ്. ഫസ്റ്റായിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് അതിനൊരു ഇതള് പറിച്ചിട്ട് എനിക്ക് ഈ പേപ്പറിൽ ഒരത്തണം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ലിറ്റ്മസ് പേപ്പറാട്ടോ. എന്നിട്ട് ആ ഇതളുകൊണ്ട് നമുക്ക് പേപ്പറിൽ ഒരത്തി കൊടുക്കാം. 2 ഭാഗം ഇതുപോലെ ഒരത്തി കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ഭാഗം വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറുഭാഗം വരുത്തി ഇതുപോലെ ആക്കി എടുക്കണം. അപ്പോൾ നല്ല വരച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 2 ഭാഗം നല്ലതായിട്ട് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതാ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലതും മുറിച്ചെടുക്കാം. കുറച്ച് വേണം. പിന്നെ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ലിറ്റ്മസ് പേപ്പർ മുക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചേഞ്ച് ടു റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിത് മനസ്സിലാക്കാവുന്നത് വിനീഗർ ഒരു ആസിഡാണെന്നാണ്. ആസിഡുകളിലൊക്കെ മുക്കിയാൽ ഈ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറിലേക്ക് ചേഞ്ച് ആവും. പിന്നെ നമ്മൾ ടാമറിൻ വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുക്കി നോക്കിയപ്പോൾ ഇതാ വീണ്ടും ചുവപ്പ് കളറിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ടാമറിൻ വാട്ടർ ആസിഡാണെന്ന് മനസ്സിലാക്കാം. പിന്നെ വേറൊരു ഗ്ലാസ് എത്രയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ലിറ്റ്മസ് പേപ്പർ മുക്കി കൊടുക്കാം. അപ്പോൾ അതാ നോ കളർ ചേഞ്ച് ആണ്. കാരണം അപ്പോൾ ഉപ്പ് ഒരു ആസിഡ് അല്ല. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാം, ഉപ്പ് ഒരു നാച്ചുറലാണ്. ഉപ്പിന് വേറെ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ആ ലിറ്റ്മസ് പേപ്പർ ഇതിൽ മുക്കി കൊടുക്കാം. അപ്പോൾ അത് നോ കളർ ചേഞ്ച് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാം നമുക്ക് ബേക്കിംഗ് സോഡ ഒരു ആസിഡ് അല്ലാന്ന്. ഈ ആസിഡുള്ള സാധനങ്ങളൊക്കെ ബേസ് ആവും. നമ്മൾ എക്സ്പെരിമെൻ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് മനസ്സിലാക്കാവുന്നത് ആസിഡ്സ് ഏതൊക്കെയാണ്, ബേസസ് ഏതൊക്കെയാണെന്നും. അപ്പോൾ നമ്മൾ ഈ ചെയ്താൽ വിനീഗറും ടാമറിൻ സൊല്യൂഷനും ആസിഡാണ്. പിന്നെ ബേക്കിംഗ് സോഡ ബേസാണ്. സോൾട്ട് സൊല്യൂഷൻ ഒരു നാച്ചുറൽ ആണ്. അത് ആസിഡ്സിലും പെടൂല, ബേസിലും പെടൂല. ആർക്കും ഈ ഒരു എക്സ്പെരിമെൻ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കൊരു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.